നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ നടപടികളിലെ വീഴ്ചകൾ വലിയ രാഷ്ട്രീയ നിയമ ചർച്ചകൾക്ക് വഴിതുറക്കുന്നു. കേസിൽ ഇഡിക്ക് തിരിച്ചടിയുണ്ടായതിന് പിന്നിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച ഇടത് അനുകൂല നിലപാടാണെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായാണ് നിയമവൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. പ്രോസിക്യൂട്ടർ ഗീന കുമാരിയുടെ ഇടതു പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. CPM നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യം പോലീസും ചൂണ്ടിക്കാട്ടുന്നു. ED ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിനിടയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ശക്തമായ ഡിജിറ്റൽ തെളിവുകളും മൊഴികളും ഉണ്ടായിരുന്നിട്ടും കോടതിയിൽ അത് ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ചപറ്റി. കേസിന്റെ ഗൗരവം ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ഇടത് ചായ്വാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആക്ഷേപം. കേസിൽ ഇഡിയും കക്ഷി ചേരുകയാണ്. ഇന്നലെ കേസിലെ 9ാം പ്രതി ഹരീഷിന് ജാമ്യം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ED കേസിൽ കക്ഷി ചേരുന്നത്. അതേസമയം കേസിൽ നിലവിലെ പ്രോസിക്യൂഷനെതിരെ പോലീസും രംഗത്തെത്തി. ജില്ലാ പ്രോസിക്യൂട്ടറെ മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനാണ് ആവശ്യം. ഇതിൽ മ്യൂസിയം SHO കമ്മീഷണർക്ക് കത്ത് നൽകി. ഹരീഷിന് ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപ്പീൽ നൽകും. പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. 27 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷമാണ് ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു CPM പ്രവർത്തകർ ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മെയ് 27-നാണ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED ഒരേ സമയം റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരത്ത് 8 മണിക്കൂറോളം പരിശോധന നീണ്ടുനിന്നു. പരിശോധന കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങളാണ് പ്രതിഷേധക്കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. കല്ലുകൾ, കമ്പുകൾ, കട്ടകൾ എന്നിവ ഉപയോഗിച്ച വാഹനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് കാണിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ശക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കെയാണ് പ്രോസിക്യൂട്ടർ ഗീന കുമാരി ഇതിന് വിരുദ്ധമായി സംസാരിച്ചത്. ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ലെന്നും ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്നും പ്രോസിക്യൂട്ടർ നിലപാടെടുത്തു. പ്രോസിക്യൂഷന്റെ ഈ അപ്രതീക്ഷിത മനമാറ്റം കേസ് അന്വേഷിക്കുന്ന ED ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാസപ്പടി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ ശക്തമായ നിയമപോരാട്ടം നടക്കുന്നതിനിടയിലാണ് തിരിച്ചടി. LDF സർക്കാർ നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഗീന കുമാരി. മുൻപ് SFIയുടെ തീപ്പൊരി നേതാവും വിദ്യാർത്ഥി സമരങ്ങളുടെ മുൻനിര പോരാളിയുമായിരുന്ന ഇവർക്ക് പാർട്ടിയോടുള്ള കൂറ് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഈ പ്രതികൾക്ക് മാസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. ഇതിനിടെയാണ് ജാമ്യം ലഭിക്കുന്നത്. പ്രോസിക്യൂട്ടർ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇത്തരമൊരു സുപ്രധാന കേസിൽ പ്രതിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചത്. ഇത് കേവലം നിയമപരമായ തീരുമാനമാണോ അതോ CPM അനുഭാവം മൂലം ഉണ്ടായ സ്വാധീനമാണോ എന്നത് സംശയകരമാണ്. ഒരാൾക്ക് ജാമ്യം ലഭിച്ചതോടെ കേസിലെ മറ്റു പ്രതികളും സമാനമായ രീതിയിൽ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്നത് ഉറപ്പായി. അന്വേഷണത്തിന് തുടർച്ചയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്.